പ്രിയപ്പെട്ട ഷാലോം പ്രേക്ഷകരെ, നിത്യജീവൻ്റെ പാതയിലേക്ക് സ്വാഗതം. ഇന്നേ ദിവസം ഒരു ദമ്പതികളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സുവിശേഷത്തിൻ്റെ വെളിച്ചം മനുഷ്യഹൃദയങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ വിശ്വാസത്തിൻ്റെ ജ്വാല അതിൽ നിന്നെങ്ങനെ പുറത്തേക്ക് വരും. അതുവഴി കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ, വിശ്വാസത്തോട് അനുസരണം കാണിക്കുന്ന വ്യക്തികളിൽ എപ്രകാരമാണ് തമ്പുരാൻ തൻ്റെ പ്രവൃത്തികൾക്ക് അവരെ ഉപയോഗിക്കുന്നതെന്നതിന് ഒരു ദൃഷ്ടാന്തമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന രണ്ടുപേർ. തങ്കച്ചനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലൂസിയും ഒരേ സമയം രണ്ടുപേരും ശുശ്രൂഷയിലായിരിക്കുന്നവർ. രണ്ടുപേരെയും ഒരു ധ്യാനത്തിലൂടെ തമ്പുരാൻ സ്പർശിക്കുകയും തങ്ങളുടെ ഉള്ളിൽ മാതാപിതാക്കളിലൂടെ തന്നെ ലഭിച്ചിരുന്ന ഇൻഫ്യൂസ്ഡ് കാര്യസം, സന്നിവേശിത വരപ്രസാദം വിശ്വാസത്തിൻ്റെ വചനം സ്വീകരിച്ചപ്പോൾ ജ്വലിച്ചതും അത് എത്രയോ അധികം തെരുവിലെ മക്കൾക്ക് ആശ്വാസമായി തീർന്നു നമ്മൾ കാണാൻ പോവുകയാണ്. ഇത് രണ്ടുപേരുടെയും ജീവിതത്തിൽ തമ്പുരാൻ ഇടപെട്ടത് വളരെ ശക്തമായത് കാരണം അല്പസമയം നീണ്ടുപോയതിനാൽ 2 എപ്പിസോഡുകളിലൂടെയാണ് നമ്മളിത് അവതരിപ്പിക്കുന്നത്. നമുക്കിത് അനുഭവിക്കുവാനും കാണുവാനുമായി പുല്ലൂരാമ്പാറയിലുള്ള ജോർദാൻ ഭവനത്തിലേക്ക് നമുക്ക് പോകാം. സുവിശേഷത്തിന്റെ സുഗന്ധം പേറുന്ന ജീവിതങ്ങളെ തേടിയുള്ള ഈ പ്രോഗ്രാമിന്റെ യാത്ര ഇന്ന് ചെല്ലുന്നത് കോഴിക്കോട് പുല്ലുരാമ്പാറയിലുള്ള ജോർദാൻ ഭവനിലേക്കാണ്. ഇത് ഇവിടുത്തെ തങ്കച്ചൻ ചേട്ടനും ലൂസി ചേച്ചിയും. ആകാശപ്പറവുകളിലെ ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചന്റെ ദർശനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ച് കാൽവരിനാഥന്റെ കുരിശിനു മുൻപിൽ ജീവിതം സമർപ്പിച്ച 2 വ്യക്തികൾ. മാനസിക രോഗം ബാധിച്ച അനേകർക്ക് ആശ്രയമാകുന്ന ഈ കൂടാരം ഒരുക്കുകയും കോഴിക്കോട് നഗരത്തിലേക്കുള്ള തെരുവ് ഭക്ഷണം നൽകുകയും ചെയ്യുന്ന ഇവർ ക്രിസ്തു സ്നേഹം അനേകർക്ക് കാരുണ്യമായി പ്രഘോഷിക്കുന്നു. തിരുവമ്പാടിയിൽ ഒരുക്കിയിരിക്കുന്ന സ്നേഹാലയം എന്ന പുരുഷന്മാരുടെ കൂടാരത്തിൽ രോഗികളും ആലംബഹീനരുമായ അനേകം പേർ ഇന്ന് കഴിയുന്നു. തിരുവചനം ഹൃദയത്തിൽ വരുത്തിയ നവീകരണത്തെക്കുറിച്ചും കർത്താവിൻ്റെ വഴിനടത്തലുകളെക്കുറിച്ചും ഇവർ നമ്മളോട് പങ്കുവയ്ക്കുന്നു. നിത്യജീവൻ്റെ പാതയിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം. അപ്പോൾ രണ്ടുപേരും ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് തങ്കച്ചൻ, ഇതെൻ്റെ ഭാര്യ ലൂസി എന്ന് വിളിക്കുന്നു. ഞങ്ങൾക്ക് 3 മക്കൾ. 3 മക്കൾക്കും കൂടെ 12 കുഞ്ഞുമക്കൾ. അങ്ങനെ ഒരു വലിയ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഉള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ വ്യക്തികളാണ് ഞങ്ങൾ. പക്ഷെ നമ്മുടെ കുടുംബത്തിലെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ടിരിക്കുന്നതിനപ്പുറം തെരുവിൽ ആരുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് പട്ടിണി കിടന്ന് റോഡിലൊക്കെ മരിക്കുന്ന ഒത്തിരി ദൈവമക്കളെക്കുറിച്ച് കുറ്റിക്കലച്ചൻ്റെ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് വലിയൊരു ഉൾക്കാഴ്ച കിട്ടാനായിട്ടിടയായി. കുറ്റിക്കലച്ചൻ്റെ ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിന് മുൻപ് ഒരുപാട് ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ ധ്യാനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു ബേസിക്കായിട്ട് ഒരു ക്രിസ്ത്യൻ ലൈഫ് ആണ് നയിച്ചിരുന്നത്. കത്തോലിക്ക നല്ല ജീവിതമായിരുന്നു അതോ? കുടുംബപരമായിട്ട് പറയുമ്പോൾ നല്ലൊരു ജീവിതമായിരുന്നു. ഒത്തിരി പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ പാവങ്ങളോടുള്ള വലിയ കരുണ എൻ്റെ മാതാപിതാക്കളിലൂടെ ഞങ്ങൾ അത് കണ്ട് അനുഭവിച്ചാണ് ജീവിച്ചത്. ഒരു പരിധിവരെ ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ പോലും എൻ്റെ അപ്പനും അമ്മയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി വച്ചിരിക്കുന്ന പലതും ദരിദ്രർക്ക് എടുത്തു കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. പക്ഷേ ആ എതിർപ്പുകളൊന്നും എൻ്റെ മാതാപിതാക്കളെ വകവച്ചിട്ടില്ല ഒരിക്കലും. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് മാതാപിതാക്കൾ അങ്ങനെ ഞങ്ങളെ വകവെക്കാതെ, അല്ലെ ഞങ്ങളുടെ ആവശ്യങ്ങൾ പോലും പരിഗണിക്കാതെ ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ പോലും മറന്ന്, ശരിക്കും പറഞ്ഞാൽ എൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ പോലും മറന്ന് പലപ്പോഴും ഈ ഫീൽഡിൽ പ്രവർത്തിക്കാനായിട്ടുള്ള കരുത്ത് അന്ന് മാതാപിതാക്കളിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചതാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒപ്പം ധ്യാനം എങ്ങനെ സഹായകമായി എന്ന് പറയാമോ? ധ്യാനം ഞാൻ ആദ്യം പറഞ്ഞാൽ ഒരുപാട് ധ്യാനം കൂടി, കരിസ്മാറ്റിക് നവീകരണ ധ്യാനങ്ങൾ ഒത്തിരി കൂടി. അതൊട്ടും ഒന്നും സ്പർശിച്ചില്ല അതൊന്നും? അതോ പല വിഷയങ്ങളിലും സ്പർശിച്ചു, എങ്കിലും എന്തോ ഒന്നിൻ്റെ കുറവ്. ജീവിതത്തെ ഒരുപാട് നവീകരിക്കാനായിട്ട് ധ്യാനങ്ങൾ ഞങ്ങൾക്ക് ഉപകരിച്ചു. പക്ഷേ ഇന്നത്തെ ജീവിതത്തിലേക്ക് വരാൻ, ആ പൂർണ്ണതയിലേക്ക് വരാനായിട്ട് ഉപകരിച്ചില്ലെന്നുള്ളതാണ് സത്യം.
അങ്ങനെ 98 അവസാനം കുറ്റിക്കലച്ചൻ്റെ ധ്യാനം നെല്ലിപ്പാറ വെച്ച് ആ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോഴാണ് ഞങ്ങൾക്ക് എന്താണ് ഞങ്ങളെ ഇങ്ങനെ വീണ്ടും വീണ്ടും ധ്യാനത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്, എന്ത് ലഭിക്കേണ്ടി ഇരുന്നു ഞങ്ങൾക്ക് എന്നുള്ള ബോധ്യം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ടത് ആ ധ്യാനത്തിലൂടെ ലഭിച്ചു. കുറ്റിക്കലച്ചൻ്റെ ധ്യാനം എന്ന് പറയുമ്പോൾ റോഡിലായിരുന്ന നിരവധി മക്കളെ അവിടെ കുറ്റിക്കലച്ചൻ താമസിപ്പിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ എടുത്തു പറയുകയും അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷ. അപ്പോൾ എങ്ങനെ ഞങ്ങൾക്ക് തെരുവിലെ മക്കളെ സ്വീകരിക്കാൻ പറ്റും എന്ന് ഞങ്ങൾക്ക് ഹൃദയത്തിലൊരു വലിയ ഉൾക്കാഴ്ച കിട്ടി. അതിലൂടെ ആ ധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വലിയ വെളിപ്പെടുത്തൽ തന്നു. ഞങ്ങളുടെ മക്കളെയും കൊണ്ടിരിക്കുകയല്ല. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് വേണ്ടി മാത്രമല്ല, അല്ല, മക്കൾക്ക് ജീവിക്കാനുള്ള ആരോഗ്യമുണ്ട്, ജോലിയെടുക്കാനുള്ള പറമ്പുണ്ട്. പക്ഷേ ആരോഗ്യമില്ലാത്തവർ, ജോലിയെടുക്കാൻ പറ്റാത്തവർ, ശുശ്രൂഷിക്കാൻ ആരുമില്ലാത്തവർ, റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർ, മാത്രമല്ല പലപ്പോഴും റോഡിൽ പട്ടിണി കിടന്ന് മരിക്കുന്നവർ, അങ്ങനെയുള്ളവരെ ശരിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടിലിരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം ആ ഒരു ധ്യാനത്തിലെ അഭിഷേകം അത്ര ശക്തമായിരുന്നില്ലേ? എങ്ങനെയാണ് ഇത് സ്വാധീനിച്ചതെന്ന് പറയാമോ? ആദ്യമായിട്ട് ഒത്തിരി ധ്യാനങ്ങൾ ഇതിനു മുമ്പ് കൂടിയിട്ടുണ്ടെങ്കിലും കുറ്റിക്കലച്ചൻ്റെ ധ്യാനത്തിലൂടെയാണ് ശരിക്കും തെരുവിൻ്റെ മക്കളെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ, അവരെ കാണുമ്പം അവരുടെ അവസ്ഥ, 3 മക്കളുമായി വീട്ടിലിരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒന്നും പോരാ എന്ന് ചിന്തിച്ചൊരു കാലങ്ങളുണ്ടായിരുന്നു. എന്തോ ഒരു ശൂന്യത അല്ലേ? അതാണ് ഉദ്ദേശിച്ചത്. പോരാ എന്ന് പറയുന്നത് എന്തോ ഒരു വെള്ളം കുടിച്ചിട്ട് ദാഹം തീരാത്ത ഒരവസ്ഥ. ശരിക്കും അതിലേക്ക് നയിക്കാനായിട്ട് ഇദ്ദേഹത്തിനുണ്ടായ പോലെ മാതാപിതാക്കളുടെയോ കുടുംബത്തിൽ നിന്ന് വല്ല അന്തരീക്ഷം വല്ല സഹായമായിട്ടുണ്ടോ? എൻ്റെ അപ്പച്ചൻ്റെ കാര്യം പറഞ്ഞാൽ അന്നും ഇന്നും ഞങ്ങളൊക്കെ ചെറുപ്പമായിരുന്ന സമയത്ത് ഞാനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് എടുത്തു വെച്ച ഭക്ഷണം പോലും ആരോ വന്ന ഒരു മനുഷ്യന് വിശക്കെന്നും പറഞ്ഞ് കയറി വന്ന ആൾക്ക് അപ്പച്ചൻ കൊടുത്തു. അതുകൊണ്ട് തന്നെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിലെല്ലാം ഇന്നാ കാണുന്ന ദൈവത്തിൻ്റെ കരുതൽ ആയിരുന്നുവെന്ന്. അതുപോലെ എന്ത് കാര്യവും പങ്കുവെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പാവപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ മാതാപിതാക്കളും ആയിരുന്നത് കൊണ്ട് തന്നെ ദൈവം ഞങ്ങളെ രണ്ടിനെയും കൂടെ കൂട്ടിച്ചേർത്തു. ആ കൂട്ടിച്ചേരൽ ഒരു വലിയ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാനുള്ളൊരു വലിയ അനുഗ്രഹമായി തീർന്നു. അങ്ങനെയാണ് വാസ്തവത്തിൽ ഒരു ദമ്പതികളെന്ന നിലയിൽ ഈ ശുശ്രൂഷയിലേക്ക് വരാനുള്ള കാരണമുണ്ടായത്. ഇനി നമ്മുടെ ആദ്യകാലത്തൊക്കെ ഇതിൻ്റെ ശുശ്രൂഷ ആരംഭിക്കാൻ ധ്യാനം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തതെന്ന് വിശദീകരിക്കാമോ? കുറ്റിക്കലച്ചൻ്റെ ധ്യാനം കൂടി ഏറ്റവും ആദ്യം കുറ്റിക്കലച്ചൻ്റെ ധ്യാനത്തിന് പോയത് ഞാനാണ്. ഞാൻ പോയി വന്നു. അപ്പോഴേ ചാച്ചൻ പോയി. പിറ്റേ മാസം ചാച്ചനും ഇളയ മോനും കൂടെ പോയി. അങ്ങനെ ഞങ്ങൾ 5 പേരും ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ അന്ന് മുതൽ ഈശോയോട് പ്രാർത്ഥിച്ചു. പക്ഷേ നീ വിളിച്ച വിളി എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഈശോയോട് ചോദിച്ച് 6 മാസം ഞങ്ങൾ വ്യക്തിപരമായ പ്രാർത്ഥനയിലായിരുന്നു. ആ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു ദിവസം ഞങ്ങൾ ഒന്നിച്ച്, ഞാനും എൻ്റെ ഭർത്താവും കൂടെ നെല്ലിപ്പാറ ആശ്രമത്തിൽ ചെല്ലുന്നു. അവിടെ കാണാൻ പറ്റിയ ഒരു കാഴ്ച, അന്നവിടെ 63 മക്കളുണ്ട്. ഉടമ്പടി സമൂഹമുണ്ട്, കുറ്റിക്കലച്ചനുണ്ട്. അന്നത്തെ അവിടുത്തെ അവസ്ഥ, കഞ്ഞി വെക്കാൻ അരിയില്ലാതെ അടുത്ത പറമ്പിലെ അവയെന്ന് ചക്ക പറിച്ച്, അതും ചക്ക വേവിച്ചതൊക്കെ പറഞ്ഞാൽ വെറും മുളകും ഉപ്പും മാത്രം ഇട്ട് വേവിച്ച് മക്കൾക്ക് കൊടുക്കുന്നൊരവസ്ഥ കണ്ട് ശരിക്കും ചങ്ക് പൊട്ടിപ്പോയി. എന്തെന്ന് ചോദിച്ചാൽ, തെരുവിൽ അവരെന്തെങ്കിലും കൈ നീട്ടി വാങ്ങിച്ച് തിന്നു കിടന്ന മക്കളെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം അതുപോലും ഇല്ലയെന്ന് ഓർക്കുമ്പോൾ ഒത്തിരി വേദന തോന്നി. അത് കഴിഞ്ഞ് അന്ന് തന്നെ ആ രാത്രി മുഴുക്കയും അവിടെ ചാപ്പലിൽ പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും രാവിലെ പോരുമ്പോൾ ഒത്തിരി ഈശോയോട് ഇതിന് ഞങ്ങളെന്ത് ചെയ്യണം എന്ന് ചോദിച്ച് ഈശോയോട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. അന്ന് തന്നെ ഞായറാഴ്ച വീട്ടിലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മയിൽ ഞങ്ങളിത് പങ്കുവെച്ചു. പിറ്റേ ദിവസം ശരിക്കും ഞങ്ങൾ ദിവ്യബലിക്ക് പോകുന്ന രാവിലത്തെ പ്രാർത്ഥനയിൽ മത്തായിയുടെ സുവിശേഷം 5 അധ്യായം 11 വാക്യം ഈശോ വചനമായിട്ട് തന്നു. പള്ളിയിൽ ചെന്ന് കുർബാനയിൽ സംബന്ധിച്ചു. കുർബാന കഴിഞ്ഞ് സ്നേഹാലയത്തിലേക്ക് വിളിച്ചു.
ഇതാ ഞങ്ങളിങ്ങനെ കുറച്ച് വീട് അവിടുത്തെ അവസ്ഥ കണ്ടല്ലോ, കുറച്ച് വീടുകൾ കയറാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോദാസപ്പൻ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ പറഞ്ഞു, ചേട്ടാ കുറച്ച് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച് ആ സഹോദരൻ തന്നതും അതേ വചനം ഉടനെ ചാച്ചൻ പറഞ്ഞു, രാവിലെ കിട്ടിയതും അത് തന്നെയാണ് വചനം എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ ഒരുങ്ങിയാണല്ലോ ഇറങ്ങിയത്, ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഞങ്ങളുടെ ശുശ്രൂഷ വീട് വീടാന്തരം കയറി ഇറങ്ങി. ഉപ്പല്ലാത്ത എല്ലാ സാധനങ്ങളും ഈ മക്കൾക്ക് വേണ്ടി വാങ്ങി പിന്നെ നെല്ലിപ്പാറ എത്തിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ മാസത്തെയും ധ്യാനത്തിൽ മറ്റുള്ള സഹോദരങ്ങളെ എത്തിച്ച് അങ്ങനെ ധ്യാനത്തിൽ ഞങ്ങൾ ഒന്നിച്ച് ഈ ശുശ്രൂഷ അങ്ങനെയാണ് ആദ്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിൽ ഒത്തിരി ഞങ്ങളുടെ ആ ഭവന സന്ദർശനം ശരിക്കും ആത്മഹത്യ ചെയ്യാനിരുന്ന സഹോദരങ്ങളെ പോലും രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആത്മഹത്യ ഒരു ദിവസം ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ അപ്പോഴത്തേക്കും ഒരു 10-12 പേര് ഒന്നിച്ച് പോകാനായി. 4 പേര് ഒരു ഗ്രൂപ്പിൽ പോകുമ്പം ചാച്ചൻ ഇങ്ങനെ പറഞ്ഞു, രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, മുറ്റത്ത് മഞ്ഞപ്പൂവുള്ള ഒരു ചെടി കാണുന്ന വീട്ടിൽ എന്തോ കാര്യമുണ്ട്, അവിടെ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്ന് 2ാമത്തെ വീട്ടിൽ നിറച്ചും മഞ്ഞപ്പൂവ്. അപ്പം ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ രണ്ട് ഒന്നിച്ചല്ല പോവുക, 2 ഗ്രൂപ്പായിട്ടാണ് പോവുക. എൻ്റെ കൂടെയുള്ള ചേട്ടൻ പറഞ്ഞു, ലുസ്തച്ചി ഇതേ മഞ്ഞപ്പൂ കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് കയറി ചെല്ലാം, ചോദിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരൻ പിന്നെ തെങ്ങേന്ന് വീണിട്ട് നട്ടെല്ലിന് പരിക്ക് പറ്റി ജീവിക്കാൻ മാർഗമില്ലാത്തൊരവസ്ഥയിലേക്ക് ആ സഹോദരൻ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ആ സമയത്താണ് ഈശോ ഞങ്ങളെ അവിടെ കൊണ്ടുവരുന്നത്. ആ സഹോദരനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ആത്മഹത്യ അല്ല പരിഹാരം എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നീട് ആ സഹോദരനുമായിട്ട് വേണ്ടുന്ന കൂട്ടായ്മയെ തന്നെ ആലോചിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഡിവൈനി വിട്ട് ധ്യാനം കുടിച്ചു. ഇന്നും ആ സഹോദരൻ സുഖമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ആദ്യകാലത്ത് ഇങ്ങനെ കുടുംബങ്ങളിലുള്ള സന്ദർശനത്തിലുള്ള പരിപാടിയായിരുന്നു. ഇപ്പോൾ 2 പേരും കൂടെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ കുടുംബത്തിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംഭവിച്ചിരുന്നത്? വീട്ടിലെ കാര്യങ്ങൾ ഞങ്ങൾ മക്കൾ വീട്ടിലുണ്ട്, മൂത്ത മകൻ വീട്ടിലുണ്ട്, 2 കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്. അവർ ഇളവൻ പഠിക്കാൻ പോകും. 2ാമത്തെ അവൾ കണ്ണൂർ ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു, അവിടെ പോകും. മൂത്തവൻ മാത്രം വീട്ടിൽ ആട്, കന്നുകാലി, പട്ടി, പൂച്ചയൊക്കെ ഉണ്ട്, അതിനൊക്കെ കാര്യങ്ങൾ നോക്കാൻ ആളുണ്ട്. ഞങ്ങൾ രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ 6:15 കുർബാനയ്ക്ക് ഞങ്ങൾ എത്തുള്ളൂ. 1.25 മണിക്കൂർ നടക്കണം. തിരിച്ച് രാത്രിക്ക് എപ്പോഴും എത്തുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാ ശുശ്രൂഷയും കഴിഞ്ഞ് രാത്രി വരുമ്പോൾ ചിലപ്പോൾ 10 മണി, 11 മണി, 1 മണിക്കാവും. അപ്രകാരം എത്ര നാൾ നിങ്ങൾ ശുശ്രൂഷ ചെയ്തത്? 2 വർഷം ആ രീതിയിൽ ശുശ്രൂഷ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് കുറ്റിക്കലച്ച് ഞങ്ങളെ ബാംഗ്ലൂർ ആശ്രമത്തിലേക്ക് സ്ഥിരമായിട്ട് ബാംഗ്ലൂർ ആശ്രമത്തിൻ്റെ ചുമതല ഏൽപ്പിച്ച് ഞങ്ങളെ വിടുന്നത്. ബാംഗ്ലൂർ ആശ്രമത്തിൻ്റെ ചുമതല നിങ്ങൾക്കായിരുന്നു 2 പേർക്കും ആ കാലത്ത് അച്ഛനെ ഏൽപ്പിച്ചത്. അവിടെ നടന്ന ഏതെങ്കിലും സംഭവങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങളെ സ്വാധീനിച്ച? ബാംഗ്ലൂർ ആശ്രമത്തിൽ വെച്ച് നടന്ന ഒരു സംഭവം എന്നെ സ്വാധീനിച്ചത്, ഞങ്ങൾ ചെല്ലുമ്പോൾ ബാംഗ്ലൂരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു പരിചയമില്ല. അരിയൊക്കെ തീർന്നു. അവിടെ ഇങ്ങനെ ഒരു ആശ്രമം ഉണ്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ളവർക്ക് പോലും അറിഞ്ഞുകൂടാ. കാരണം അതിനകത്തൊരു മനുഷ്യനുണ്ടായിരുന്നില്ല. അദ്ദേഹം അങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങി പോകാറുന്ന രീതിയല്ല. ഒരു ദിവസം ഞങ്ങളിങ്ങനെ മുട്ടന്ന് പ്രാർത്ഥിച്ചു, തമ്പുരാനെ അരിയൊക്കെ തീർന്നു, ഇനി എന്ത് ചെയ്യും മക്കളെയും കൊണ്ട്? എത്ര പേരുണ്ടായിരുന്നു അന്ന്? ഞങ്ങൾ ചെല്ലുമ്പോൾ 8 പേരേ ഉള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ച് ഈശോ അരി തരണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു വണ്ടിയിൽ ഒരു ആകാശപ്രയമായ മകനെയും കൊണ്ട് ഒരാൾ വന്നു. ഞാൻ പറഞ്ഞു, തമ്പുരാനെ അരിയില്ലാത്തടത്തോട് ഇനി മക്കളെ തരാണോ? അരി തരാൻ പറഞ്ഞപ്പോൾ മക്കളെയാണോ തരുന്നത്? ഞാനിങ്ങനെ ചോദിച്ചു. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് തോന്നി, മക്കളെ തന്നവൻ അരി തരും. ഏതായാലും സന്തോഷത്തോടെ ആ മകനെ സ്വീകരിച്ചു. ഉച്ചയാകുന്നതിന് മുൻപ് വേറൊരാൾ ഒരു ഗുഡ്സ് ഓട്ടോയിൽ 2 ചാക്ക് അരിയും 1/2 ചാക്ക് പഞ്ചസാരയും കുറച്ച് പരിപ്പുമൊക്കെ ആയിട്ട് കയറിയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, മക്കളെ സ്വീകരിക്കുന്നതിലൂടെ ഈശോ എല്ലാം പരിപാലിക്കുന്നു. മക്കളെ തരുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞാലൊരു പക്ഷേ പരിപാലനയും കിട്ടിയില്ലെന്ന് വരും. നമ്മൾ നമ്മുടെ പരിമിതികളിലൂടെ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കണ്ടാൽ പരിമിതപ്പെട്ടു പോകും. അതുപോലെ രണ്ടാമതൊരു അനുഭവം ഉണ്ടായത്, 8 പേരുള്ള ആശ്രമത്തിൽ ഞങ്ങൾ ചെയ്യുന്നതിന് ശേഷം 1 വർഷം തികയുന്നതിന് മുമ്പ് 36 പേരായി. 36 പേരായപ്പോഴത്തേക്ക് കിടക്കാൻ സ്ഥലമില്ല, അത്രയും തിങ്ങി നിറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ് നമുക്കൊരു ദിവസം ജാഗരണം നടത്താം, നമുക്കൊരു സ്ഥലം കിട്ടണം, അല്ലെങ്കിൽ വീട് കിട്ടണം. ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇതിനോട് ചേർന്നൊരു പണ്ടൊരു കമ്പനി നടത്തിക്കൊണ്ടൊരു വലിയ വീട് കിടപ്പുണ്ട്. എൻ്റെ മനസ്സിൽ അതാണ്. പ്രാർത്ഥിച്ചാൽ അത് ഈശോ തരും, ഇപ്പോൾ വെറുതെ കിടക്കുക. അപ്പോൾ അതെൻ്റെ മനസ്സിൽ അത് വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. രാവിലെ 5 മണിക്ക് പ്രാർത്ഥന നിർത്തി അവിടുന്ന് എഴുന്നേറ്റ് പള്ളിയിലൊക്കെ പോയി വന്നു. പള്ളിയിൽ വന്ന്
ഷർട്ട് ഊരുന്നതിന് മുമ്പ് ഒരു കോൾ വന്നു, ഒരു ഫോൺ വന്നു. ഫോൺ എടുത്തപ്പനോട് ചോദിക്കുന്നത്, നിങ്ങൾക്കവിടെ സ്ഥലം വളരെ കുറവല്ലേ, മക്കളൊക്കെ നിറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു നിറഞ്ഞു. നിങ്ങൾക്ക് കുറച്ച് സ്ഥലം തന്നാലേ നിങ്ങൾ വീട് പണിതോളൂ. ഞാൻ ചോദിച്ചു എത്ര സ്ഥലം തന്നാലെന്ന് പറഞ്ഞാൽ എത്ര തരും, എത്ര വേണം? ഞാൻ പറഞ്ഞു എത്ര വേണമെന്ന് എനിക്കറിഞ്ഞൂടാ, ഈശോയോട് ചോദിച്ചിട്ട് എത്ര വേണമെന്ന് ഈശോയോട് ചോദിച്ചിട്ട് തരാൻ പറഞ്ഞു. എന്നിട്ട് ഞാനിങ്ങനെ ചോദിച്ചു, ഇതാരാണ് സംസാരിക്കുന്നത്? എൻ്റെ പേര് ഫാദർ ജോർജ് കണ്ണന്തനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛൻ, അച്ഛനറിയാമല്ലോ ഇവിടുത്തെ അവസ്ഥ, ഞങ്ങൾ ചെന്നതിന് ശേഷം ഒരു പ്രാവശ്യം അച്ഛനോട് വന്നിട്ടുണ്ട്, അപ്പോൾ എത്ര വേണമെന്ന് അച്ഛൻ തീരുമാനിക്കുക, എന്നിട്ട് ഞങ്ങൾക്ക് താ. അങ്ങനെ ബാംഗ്ലൂർ ബിഷപ്പിനെ ഒക്കെ അറിയിച്ചു, വിവരം കുറ്റിക്കലച്ചനെ അറിയിച്ചു. കുറ്റിക്കലച്ചൻ വന്നു, ബിഷപ്പ് വന്നു. സുമ്മനഹള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് 3 ഏക്കർ സ്ഥലം തന്നു. അന്ന് സുമ്മനഹള്ളിയിൽ 1 ഏക്കറിന് 1 കോടി രൂപ വരെയാണ്. ബാംഗ്ലൂർ ബിഷപ്പ് 3 ഏക്കർ സ്ഥലം ഈ സ്ഥാപനം നടത്താൻ വേണ്ടി തന്നു. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വലിയൊരു അനുഭവമാണ്. ഇതിന് സമാനമായ മറ്റനുഭവങ്ങളുള്ള പോലെ തോന്നുന്നില്ല ചേച്ചിയുടെ മുഖം കണ്ടിട്ട്, എന്തോ പറയാനായിട്ട് തോന്നുന്ന പോലെ. ബാംഗ്ലൂർ ആശ്രമത്തിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ചാച്ചൻ പറഞ്ഞല്ലോ 8 മക്കളെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് മക്കൾ ഭവനം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഭവനം നിറയുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഡ്രസ്സിലുള്ള ഒരു സഹോദരൻ ഞങ്ങളോട് പറഞ്ഞു, ഇനി മക്കളെ സ്വീകരിക്കേണ്ട, ഇതിൽ കൂടുതൽ മക്കളെ സ്വീകരിച്ചാൽ ഈ ആര് മുന്നോട്ട് കൊണ്ടുപോകും, അതുകൊണ്ട് ആരെങ്കിലും വിളിച്ചാൽ എന്നോട് ചോദിച്ചിട്ട് ഇനി മക്കളെ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായ ഒരു അവസരത്തിൽ ഒരു മകനെ കൊണ്ടുവരാൻ വിളിച്ചപ്പോൾ ഈ സഹോദരൻ്റെ അഡ്രസ്സ് കൊടുത്തു. വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. അത് ഞങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചു. അപ്പോൾ തെരുവിലായിരുന്ന ഒരു മകനാണെന്ന് ചിന്തിക്കണം. അപ്പോൾ ഞങ്ങൾ ഇനി വരുന്ന കോളൊന്നും ജോസ്ഫിനോട് പറയുന്നില്ല, മക്കൾ ഭവനം നിറയുമ്പം ഈശോ മാർഗം തന്നോളും എന്ന് പറഞ്ഞ് പിന്നീട് മക്കളെ സ്വീകരിക്കാൻ തുടങ്ങി. മക്കൾ ഭവനം നിറയുന്നതിന് മുമ്പ് ഒരു ദിവസം ഇടവക വികാരി അച്ഛൻ അവിടെ വന്നിട്ട് ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പം ഞങ്ങൾ പറഞ്ഞു, വെച്ചാൽ നാളത്തേക്ക് കഞ്ഞി വയ്ക്കാൻ അരിയില്ല, അതാണ് ഏറ്റവും വലിയ വിഷയം. അച്ഛൻ 1000 രൂപ തന്നിട്ട് പറഞ്ഞു, ഇതിനുള്ള സാധനം വാങ്ങിക്കൂ. ഞങ്ങൾ പോരുമ്പോഴും മാത്രമല്ല ഇപ്പോഴും ആ 1000 രൂപ തീർന്നിട്ടില്ലെന്ന് വേണം പറയാൻ. ആ 1000 രൂപയുടെ സാധനം തീരുന്നതിന് മുമ്പ് ഒരു സഹോദരൻ അവിടെ വന്നിട്ട് ഇങ്ങനെ ചാച്ചൻ അവിടെ ഇല്ല, ചാച്ചൻ അന്ന് കാഞ്ഞങ്ങാടേക്ക് പോയിരിക്കുവാണ്. ടോണി എന്ന് പറഞ്ഞൊരു സഹോദരൻ ഒരു 5-6 പേരെയും കൂട്ടി വന്നു. ചോദിച്ചു, എന്താ ഇവിടെ കുറവുള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞു ടോണി ബ്രദറെ, മക്കൾക്ക് ഭക്ഷണത്തിനുള്ളത് തന്നെ ഇല്ല, ഇപ്പം ഇത്രയും മക്കളായില്ലേ, അന്ന് 28 പേരുണ്ട്, ഭക്ഷണത്തിന് തന്നെ ബുദ്ധിമുട്ട്, പിന്നെ ഈ മക്കൾക്ക് ആർക്കും കിടക്കാൻ കട്ടിലില്ല, എല്ലാ അവസ്ഥയും ഒരു വല്ലാതെ പരിതാപകരമാണ്. ഉടനെ ടോണി ബ്രദർ എന്നോട് ചോദിച്ചു, 1 മാസത്തേക്ക് എത്ര കിൻഡിൽ അരി വേണ്ടി വരും? അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നൊരു കണക്ക് എനിക്ക് പറയാൻ പറ്റില്ല, മക്കൾ വരികയും പോവുകയും ചെയ്യുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ആ അരി തീർന്നിട്ടില്ല. അരി വന്നു ഓരോ മാസവും കൃത്യം ടോണി ബ്രദർ അരി. അവസാനം ഞങ്ങളിങ്ങനെ പറഞ്ഞു, ടോണി ബ്രദർ അരി തന്നെ ഇങ്ങനെ കൊണ്ടുവരണ്ട, ബാക്കിയുള്ള സാധനവും. അപ്പോൾ റവയായി, പഞ്ചസാരയായി, പരിപ്പായി, വേണ്ടുന്ന സാധനങ്ങളെല്ലാം അതാത് സമയത്ത് കൃത്യമായിട്ട് ടോണി ബ്രദറിലൂടെ എത്തി. അന്ന് വന്നിട്ട് ടോണി ബ്രദറിൻ്റെ കൂടത്തിൽ വന്നിട്ട് പോയ സഹോദരങ്ങൾ 25 കട്ടിലും 25 ബെഡും അതിന് വേണ്ടുന്ന തലവണയും ബെഡ്ഷീറ്റും സർവ്വതും കൊണ്ടു തന്നു. അതിലെല്ലാം ഉപരി അവിടെ നിന്ന് ഒരു 16 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ തിരിച്ചു വിളിച്ചു. ഞങ്ങൾ പോരുമ്പോൾ, ഞങ്ങൾ ചെല്ലുമ്പോൾ ഇന്ന് ഈ അപ്പനവിടെ വന്ന കാലം മുതലേ പോകണം എന്ന് പറഞ്ഞ് ബഹളം കൂട്ടുമ്പോൾ ഞങ്ങൾ പറയും, ഞങ്ങളുടെ അപ്പൻ ഞങ്ങളെ ഇട്ടിട്ട് പോയാൽ പിന്നെ ഞങ്ങൾക്കാരാ ഉള്ളേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമ്പം പലപ്പോഴും ശാന്തമാകും, പിന്നെയും പോകണമെന്ന് പറയും. ഞങ്ങൾ ഈ 18 മാസം കഴിഞ്ഞ് അവിടുന്ന് പോരാനായിട്ട്, 16 മാസം കഴിഞ്ഞ് അവിടുന്ന് പോരാനായിട്ട് ബാഗ് എടുക്കുമ്പോൾ, ഞങ്ങൾ 2 പേരും കൂടെ പോകുന്ന ഒരു ചരിത്രം അന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. തിരിച്ചു പോരുമ്പം എടുക്കുമ്പോൾ ഈ മക്കൾക്ക് മനസ്സിലായി, ഈ എപ്പോഴും പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അപ്പനോട് ഞാൻ ചെന്ന് യാത്ര ചോദിച്ചപ്പോൾ പറഞ്ഞു, മലയാളം അറിയില്ലല്ലോ, ഇന്ത പണി കാണിക്കാതെ ഇന്ത പണി കാണിച്ചിട്ട് പോകാൻ പറഞ്ഞു, കൊന്നിട്ട് പോകാൻ. അപ്പോൾ അതൊരു വലിയ വേദനയായിപ്പോയി, വലിയൊരു വേദന. അതുപോലെ ഒരു മകന്, തമ്പി എന്ന് പേരുള്ള ഒരു മകന്, ആ മകനാണെങ്കിൽ
ആദ്യമേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങുമ്പം തമ്പി ഞങ്ങളുടെ ഒപ്പം ചാടും, പിടിച്ചോളാൻ പറഞ്ഞു. അന്നേരം അവിടെയുള്ള ശുശ്രൂഷകർ പറഞ്ഞു അതൊന്നുമില്ല, തമ്പിയെ പിടിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ മകൻ ഞങ്ങൾ ഗേറ്റ് തുറന്ന് ഇറങ്ങിയ അപ്പാടെ തന്നെ പുറത്തിയാടി. അവസാനം ഞങ്ങൾ കയറി അകത്ത് കയറ്റേണ്ട ഒരു അവസ്ഥ വന്നു. അതൊക്കെ ഒരിക്കലും ഇന്നും മറക്കാൻ പറ്റില്ല. അന്ന് ഈ പറയുമ്പോഴും ആ രംഗമൊക്കെ ഇങ്ങനെ മനസ്സ് തെളിഞ്ഞു നിൽക്കുവാണ്. അങ്ങനെ ഒരു വലിയ അനുഭവം. ഞങ്ങൾ ചെല്ലുമ്പോൾ 8 മക്കളുള്ള സ്ഥാനത്ത് ഞങ്ങൾ തിരിച്ചു പോരുമ്പം 21 മക്കളെ മരിച്ചടക്കി. ഞങ്ങൾ പോരുമ്പം 42 മക്കൾ സ്ഥാപനത്തിലുണ്ട്. 16 മാസം കൊണ്ട് അത്രമാത്രം ഈശോ കർത്താവ് പ്രവർത്തിച്ചു. പ്രവർത്തിച്ചു. പിന്നെ അവിടെ തിരിച്ചു വന്നിട്ട് എങ്ങനെയായിരുന്നു അങ്ങനെ പറയാമോ? തിരിച്ചു വന്നത് കാഞ്ഞങ്ങാട് ആശ്രമത്തിൻ്റെ ചാർജ് കുറ്റിക്കലച്ചൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ധ്യാനത്തിൻ്റെ കോർഡിനേഷൻ ഏൽപ്പിക്കുന്നു. ഈ 2 ഉത്തരവാദിത്വം നിലവിലുള്ളപ്പോൾ തന്നെ കേരളത്തിലുള്ള ആകാശപ്പുറകളുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും മേൽനോട്ടം ഞങ്ങളെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു. എത്ര ആകാശപ്പുറമുള്ള സ്ഥാപനം അന്ന് കേരളത്തിൽ 60 ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 365 ദിവസവും ഓട്ടമാണ്. ധ്യാനത്തിൻ്റെ 10 ദിവസം മാത്രം കാഞ്ഞങ്ങാടുണ്ടാവും. ധ്യാനത്തിന് വരുന്നവർ ഇറങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ ഇറങ്ങിയിരിക്കും. തലേ ദിവസം തന്നെ ഞങ്ങൾ ബാഗൊക്കെ റെഡിയാക്കി വെക്കും. ധ്യാനം കഴിഞ്ഞു, കയ്യൊപ്പ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ബാഗ് എടുത്ത് പോയി. പിന്നെ പിറ്റേ മാസം 22-ന് 21-ന് വൈകിട്ട് തിരിച്ചെത്തുക. അങ്ങനെ ആയിരുന്നു ഒരു 3-3.5 21 ദിവസത്തെ വരുന്നതിന് ഇടയിലുള്ള സമയത്ത് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? മറ്റുള്ള ആകാശപ്പുറമുള്ള സ്ഥാപനങ്ങളിൽ എത്തി അവിടെയുള്ള പ്രശ്നങ്ങൾ എന്താണ് പഠിക്കുക, കുറവുകൾ എന്താണെന്ന് കണ്ടെത്തുക, അത് പരിഹരിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ ചിലപ്പോൾ ശുശ്രൂഷകർ തമ്മിൽ അസ്വസ്ഥ ഉണ്ടാവും, ചിലപ്പോൾ പരിസരവാസികൾ തമ്മിൽ അസ്വസ്ഥ ഉണ്ടാവും, ചിലപ്പോൾ മക്കൾ തമ്മിൽ അന്തേവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ നേരിട്ട് കണ്ട് പഠിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ കുറ്റിക്കലച്ചനെ നേരിട്ട് ബന്ധപ്പെടുത്തുക. അപ്പോൾ ആശ്രമങ്ങളൊക്കെ ഒന്നിച്ച് ഒരു ചരടിലെ ഒരു 60 ആശ്രമങ്ങളിലൂടെ എത്ര മനുഷ്യർ അവിടെ എല്ലാം കൂടെ വരുമെന്ന് പറയാൻ പറ്റുമോ ഏകദേശം? അന്ന് ഞങ്ങൾ പോകുമ്പോൾ ശരാശരി പറഞ്ഞ ഒരു 100 പേര് വെച്ച് ഒരാശ്രമത്തിൽ കൂട്ടാം. 150 ഉള്ളതുകൊണ്ട് 200 6000-ലേറെ മനുഷ്യരന്ന് തെരുവിൽ ആരും ഇല്ലാതെ കിടന്നവർ മാത്രമാണ് പറയുന്നത്, ശുശ്രൂഷകർ വേറെ. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിലൂടെ ഓടുമ്പോഴാണ് കുറ്റിക്കലച്ചൻ ഞങ്ങളോട് പറയുന്നത്, തങ്കച്ചാച്ച കോഴിക്കോട് ജില്ലയിൽ നമുക്ക് സ്ഥാപനമില്ല. അപ്പോൾ ചെമ്പന്തൊട്ടി, കണ്ണൂർ ജില്ലയിൽ ചെമ്പന്തൊട്ടിയിൽ ഗുരുകുലത്തിൽ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഒന്നിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത്. കൊച്ചുകുട്ടികൾ കുറച്ച് വളർന്നപ്പോൾ അവരെ മാറ്റേണ്ട ഒരു സമയമായി. അപ്പോൾ പെൺകുട്ടികൾക്ക് വേണ്ടി കോഴിക്കോട് നമുക്കൊരു സ്ഥാപനം കണ്ടെത്തണം, വീട് കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറ്റിക്കലച്ചൻ വീട് കണ്ടെത്താൻ കോഴിക്കോട്ടേക്ക് അയച്ചാണ്. കോഴിക്കോട് വന്നു. കോഴിക്കോട് പെരുവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് കുട്ടികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങി. അതിന്നും നിലവിലുണ്ട്. വാടക വീടായിരുന്നു. വാടക വീട് അതേ വീട് തന്നെ നമ്മൾ വിലയ്ക്ക് മേടിക്കാൻ ഈശോ കൃപ തന്ന് വിലയ്ക്ക് വാങ്ങി. ഇന്നവിടെ 38ഓളം കുട്ടികൾ, പെൺകുട്ടികൾ പഠിക്കുന്നു. 2 പേരെ കല്യാണം കഴിച്ച് അയച്ചു. ഇനി +2 പഠിക്കുന്ന കുട്ടികളുണ്ട്. 5ാം ക്ലാസ് മുതൽ മുകളിലോട്ട്, 5ാം ക്ലാസ്സിലോട്ട് മുതൽ താഴോട്ടുള്ള കുട്ടികളില്ലെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. അതോട് ചേർന്ന് തന്നെ കുറ്റിക്കലച്ചൻ പറഞ്ഞു നമുക്ക് ഒരു സ്ഥാപനം കൂടെ വേണം, പ്രായമായ അമ്മച്ചിമാർക്ക് വേണ്ടി. അങ്ങനെ 2ാമതൊരു വീട് കണ്ടെത്തി. ആ വീട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പെരുവേലെന്ന് പറയുന്ന സ്ഥലത്തേക്ക് കുറച്ചുകൂടെ വലിയ വീട്ടിലോട്ട് മാറി. അതിൻ്റെ കാലാവധി, വാടക ചീട്ടിൻ്റെ കാലാവധി കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോൾ ഒരു വീട് മാറിക്കൊടുക്കണം, പൊളിച്ചു പണിയാൻ പോകുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വാസ്തവത്തിൽ കോഴിക്കോടേക്ക് വന്ന് ഇങ്ങനെ വാടക വീട്ടിൽ ഇത് ആരംഭിച്ചു. ശരിക്കും പറഞ്ഞാൽ 6000-ഓളം മനുഷ്യന്മാരെ തെരുവിൽ അലയുന്ന ആൾക്കാരെ ഒന്നിച്ചു കൂട്ടാൻ സാധിക്കുകയും, ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പണ്ട് കാണുന്നൊരു അവസ്ഥയാണ്, ഏത് ബസ് സ്റ്റോപ്പിൽ ചെന്നാലും ഒരാളെങ്കിലും മാനസിക രോഗി അവിടെ കാണുമായിരുന്നു. ഒരു 25 വർഷം മുമ്പ് കേരളത്തിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഏത് കവലയിലും ഒരു മാനസിക രോഗി ഉണ്ടാകും, അല്ലേ? സാധാരണ അങ്ങനെയായിരുന്നു. സത്യത്തിൽ കർത്താവ് ഇത് നേരത്തെ കണ്ടു. കുറ്റിക്കലച്ചനിലൂടെ കർത്താവ് തൻ്റെ കൃപ അദ്ദേഹത്തിൽ വർഷിച്ചു. അദ്ദേഹത്തിലൂടെ നമ്മൾ ഓരോരുത്തരിലേക്കും കടന്നു വന്നു. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ഇങ്ങനെയുള്ള പദ്ധതികൾ കാണാനും കർത്താവിനെ ശ്രവിക്കാനും കർത്താവിൻ്റെ സന്ദേശം സ്വീകരിച്ച് സ്റ്റെപ്പ് വെക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞത് തീർച്ചയായിട്ടും കരിസ്മാറ്റിക് നവീകരണത്തിൽ വന്നതിൻ്റെ ഒരു വലിയ ഫലമാണിത്. സഭയിൽ നവീകരണം ഉണ്ടായതിൻ്റെയും, ചുരുക്കി പറഞ്ഞാൽ വത്തിക്കാൻ കൗൺസിലിലെ അൽമേയരെ എങ്ങനെ ഉണർത്തി എന്നതിൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ്. തീർച്ചയായും നമുക്ക് ഇനിയും അടുത്തൊരു എപ്പിസോഡ് കൂടെ ഇല്ലാതെ തീരത്തില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിനായിട്ട് ഒരുങ്ങാം. ഇതുവരെ നിങ്ങൾ സഹകരിച്ചതിനും ഇതുവരെ ശ്രോതാക്കൾ തീർച്ചയായും നിങ്ങളെ കാണാൻ കേൾക്കാൻ വളരെ താല്പര്യത്തോടും പ്രാർത്ഥനയോടും കൂടി ഇരിക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ വീണ്ടും നമുക്ക് കാണാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മനസ്സിനു താളം തെറ്റിയ അനേകം പേർ ഈ കൂടാരത്തിൽ കഴിയുന്നു. ക്രിസ്തു സ്നേഹത്തിൻ്റെ ആർദ്രതയും കരുണയും
ഇവർ ഈ ജീവിതങ്ങൾക്ക് പകർന്നു നൽകുന്നു. തികഞ്ഞ പ്രാർത്ഥന അന്തരീക്ഷവും സമർപ്പണവും ഈ കൂടാരത്തെ വ്യത്യസ്തമാക്കുന്നു. തിരുവമ്പാടിയിലും പരിസരങ്ങളിലുമുള്ള അനേകം പേർ ഇപ്പോൾ ഈ ശുശ്രൂഷയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. എല്ലാ ദിവസവും കോഴിക്കോട് നഗരത്തിലെ കടത്തിണ്ണകളിൽ ഉറങ്ങുന്നവർക്കായി ഈ കൂടാരത്തിൽ നിന്നും പൊതിച്ചോറുകൾ കൊണ്ടുപോകുന്നു. തിരുവമ്പാടിയിൽ വിൻസെന്റ് ഇപ്പോൾ സംഘടന നൽകിയ ഭവനത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന പുരുഷന്മാർക്കുള്ള ശുശ്രൂഷയിൽ അനേകം രോഗികളെ ഇവർ പരിചരിക്കുന്നു. ആരോരുമില്ലാത്തവർക്കായി ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവിൻ്റെ കരങ്ങളായി ഇവർ പ്രവർത്തിക്കുന്നു. കുരിശിൽ നിന്നൊഴുകുന്ന സ്നേഹത്തിൻ്റെ അരുവി ആശ്വാസമായി ഇവർക്ക് ചാരെ ഒഴുകുന്നു. ശിഷ്യനായ യേശു വിളിക്കുന്നു, സാക്ഷിയായി നിന്നെ വിളിക്കുന്നു. കലപ്പയിൽ കൈവച്ചു പിന്തിരിഞ്ഞിടാതെ യേശുവിൻ സാക്ഷിയായി നീ നീങ്ങണം. ശിഷ്യനായ യേശു വിളിക്കുന്നു.